ലേൺ പ്രോഗ്രാമിംഗ് ഇൻ മലയാളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് PHPയിലെ ഡാറ്റ ടൈപ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ടോട്ടലി നമുക്കൊരു 8 ഡാറ്റ ടൈപ്സ് ആണുള്ളത്. ഇത് ഡാറ്റ ടൈപ്സിനെ കുറിച്ചുള്ള ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. അപ്പോൾ ഇതിലെ ഓരോ ഡാറ്റ ടൈപ്പിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന പല വീഡിയോയിലായിട്ടായിരിക്കും പഠിക്കുന്നത്. അപ്പോൾ ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് ഒരു വേരിയബിളിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂവിൻ്റെ ടൈപ്പ് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം സ്ട്രിങ്, അതായത് PHP സ്ട്രിങ് എന്താണെന്ന് നോക്കാം. സ്ട്രിങ് എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ്, അതിനെയാണ് നമ്മൾ സ്ട്രിങ് എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ട ഹലോ വേൾഡ് എന്നൊക്കെ പറഞ്ഞ എക്സാമ്പിളിൽ പറയുന്നതാണ് സ്ട്രിങ് എന്ന് പറയുന്നത്. അതായത് സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ്, കുറച്ച് ക്യാരക്ടേഴ്സിൻ്റെ എന്താ പറയുക, ഒരു കളക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോമ്പിനേഷനാണ് നമ്മൾ സ്ട്രിങ് എന്ന് പറയുന്നത്. സ്ട്രിങ്ങിനെ നമ്മൾ ഡബിൾ കോട്ട്സിലോ അല്ലെങ്കിൽ സിംഗിൾ കോട്ട്സിലോ ആണ് PHPയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്ട്രിങ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഫങ്ഷണാലിറ്റീസ് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ അത് സ്ട്രിങ്ങിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോയിലായിരിക്കും നമ്മൾ അത് കവർ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ബേസിക്കലി സ്ട്രിങ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ്. പിന്നെ നമുക്കൊരു വേരിയബിളിൻ്റെ ടൈപ്പ് ഇൻഫർമേഷൻ നമുക്ക് അറിയണമെങ്കിൽ PHPയിൽ ഇൻബിൽട്ടായിട്ടൊരു ഫങ്ഷനുണ്ട്. അത് var_dump എന്ന് പറയുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഡംപ്സ് ഇൻഫർമേഷൻ അബൌട്ട് എ വേരിയബിൾ, അതായത് ഒരു വേരിയബിളിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ പ്രിൻ്റ് ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ബ്രൗസറിൽ. ഇത് നമ്മളിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കാണാൻ കഴിയും. സ്ട്രിങ് എന്ന് വന്നിട്ടുണ്ട്, പിന്നെ ഒരു 11 എന്ന് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അത് പ്രിൻ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ മീനിങ് എന്താണ്? ഇതാണ്, ഈ ഒരു വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് സ്ട്രിങ് ആണ്. അതിൻ്റെ ലെങ്ത്ത്, അതായത് ക്യാരക്ടേഴ്സിൻ്റെ ലെങ്ത്ത് ഇൻക്ലൂഡിങ് സ്പേസ്, അതിൻ്റെ കൗണ്ടാണ് ഇവിടെ 11 എന്ന് പറഞ്ഞ് കാണിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ബേസിക്കലി നമ്മുടെ സ്ട്രിങ് ഡാറ്റ ടൈപ്പ്. പിന്നെ അതുപോലെ നമ്മുടെ മറ്റൊരു ഡാറ്റ ടൈപ്പായ ഇൻറ്റീജർ നമുക്ക് നോക്കാം. ഇൻറ്റീജർ നമ്മൾ പൊതുവേ ന്യൂമറിക് വാല്യൂസിനെയാണ് നമ്മൾ ഇൻറ്റീജേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലും നമുക്ക് ഈ var_dump ഫംഗ്ഷൻ തന്നെ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഇൻഫർമേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഡാറ്റ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ നമ്മൾ ഏജ് എന്ന് പറയുന്ന വേരിയബിളിനെ var_dump ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഇൻറ്റ് 12 എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അതായത് ഒരു ഇൻറ്റീജർ ടൈപ്പാണ്. അപ്പോൾ ഇതിൽ നമുക്ക് നെഗറ്റീവ് വാല്യൂസൊക്കെ വേണമെങ്കിൽ കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. പക്ഷേ ഫ്രാക്ഷണൽ വാല്യൂസ് ഇൻറ്റീജറിൽ വരുന്നതല്ല. അപ്പോൾ ഫ്രാക്ഷണൽ വാല്യൂസ് വരുന്ന ഡാറ്റ ടൈപ്പാണ് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ നോർമലി കൊടുക്കുന്നത് നമ്മളൊരു പോയിൻ്റ് ഇട്ടിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് യൂസ് ചെയ്യാവുന്നത്, ഇപ്പോൾ ഇവിടെ ഞാനൊരു പോയിൻ്റ് വാല്യൂ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതൊരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് ടൈപ്പ് ഡാറ്റ ടൈപ്പായി മാറുന്നതാണ്. ഇവിടെ കൊടുത്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡാറ്റ ടൈപ്പ് ഫ്ലോട്ട് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ പ്രോഗ്രാമിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ചിട്ട് വേണം നമ്മൾ ഏത് ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. പിന്നെ ഒരു കാര്യം, നമ്മളിപ്പോൾ ഈ ഏജിലോ അല്ലെങ്കിൽ ഈ ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പറിലോ ഒരു കോഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു ഇൻഡോ അല്ലെങ്കിൽ ഫ്ലോട്ടോ ആയിട്ട് PHP കൺസിഡർ ചെയ്യില്ല. നമുക്കിത് വേണമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, നമ്പർ ആണെങ്കിലും അതൊരു സ്ട്രിങ് ആയിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോഡ്സിനകത്ത് കൊടുക്കുമ്പോൾ അതിൽ എന്ത് വാല്യൂ കൊടുത്താലും അത് ഒരു സ്ട്രിങ് ആയിട്ടാണ് PHP കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫറൻസ്. പിന്നെ നമുക്ക് അടുത്ത ഡാറ്റ ടൈപ്പ് ആയ ബൂളിയൻ എന്താണെന്ന് നോക്കാം. ബൂളിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാത്സിലൊക്കെ പഠിച്ചിട്ടുള്ള ട്രൂത്ത് വാല്യൂസ് അല്ലെങ്കിൽ ഫോൾസ് വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്പാണ് ബൂളിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ബൂളിയന് ആകെ നമുക്ക് ബൈ ഡിഫോൾട്ട് 2 വാല്യൂ ഉള്ളൂ. ഒന്ന്
ട്രൂ വാല്യൂ അല്ലെങ്കിൽ ഫോൾസ് വാല്യൂ. വേറെ ഒരു വാല്യൂവും ബൂളിയൻ ഡാറ്റ ടൈപ്പ് ആക്സെപ്റ്റ് ചെയ്യുന്നതല്ല. ഇതെടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഡാറ്റ ടൈപ്പ് വന്നിരിക്കുന്നത് ബൂളിയൻ ട്രൂ എന്ന് പറഞ്ഞ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ട്രൂവിൻ്റെ ഓപ്പോസിറ്റാണ് നമുക്ക് ഫാൾസ് എന്ന് പറയുന്ന വാല്യൂ. അപ്പോൾ ഇത് 2 വാല്യൂസ് മാത്രമാണ് ബൂളിയനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ബൂളിയൻ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മളിനി വരുന്ന വീഡിയോസിൽ ഇഫ് കണ്ടീഷൻസ് ഒക്കെ പഠിക്കും. അപ്പോൾ ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ചെക്ക് ചെയ്യാനായിട്ടാണ് ആക്ച്വലി നമ്മൾ ബൂളിയൻ കണ്ടീഷൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോർമലി ഈ വാർഡംപ് അല്ലാതെ എക്കോയോ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റോ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ജസ്റ്റ് വാല്യൂ മാത്രമേ പ്രിൻ്റായി വരുള്ളൂ. ഡാറ്റ ടൈപ്പ് ഏതാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഈ വാർഡംപ് തന്നെ യൂസ് ചെയ്യണം. പിന്നെ അടുത്തൊരു ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് അറേസ് ആണ്. അപ്പോൾ അറേസിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കും. അപ്പോൾ ഇതൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. അപ്പോൾ അറേ എന്നുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് ഒരു വേരിയബിളിൽ ഒന്നോ അല്ലെങ്കിൽ അതിലധികമോ വാല്യൂസ് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കുന്ന ടൈപ്പ് ഓഫ് ഡാറ്റ ടൈപ്പിനെയാണ് നമ്മൾ അറേസ് എന്ന് പറയുന്നത്. PHPയിൽ അറേ നമുക്ക് 2 രീതിയിൽ ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. ഒന്ന്, അറേ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്ത് അതിൽ ബ്രാക്കറ്റിൽ കോമ സെപ്പറേറ്റഡ് ആയിട്ട് വാല്യൂസ് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നമ്മൾ വാർഡംപ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും ഇവിടെ ഒന്നിലധികം വാല്യൂസ് ഇവിടെ പ്രിൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഓരോ വാല്യൂവിൻ്റെയും ഡാറ്റ ടൈപ്പ് അടക്കമാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ വേറെ ഏതെങ്കിലും ഒരു വാല്യൂ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഡാറ്റ ടൈപ്പാക്കി നോക്കിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഇവിടെ ഈ ഡാറ്റ ടൈപ്പ് മാറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ അറേ കൊടുക്കാനുള്ള ഒരു സിൻടാക്സാണിത്. മറ്റൊരു രീതിയിൽ നമുക്ക് അറേ കൊടുക്കാനായിട്ട് സാധിക്കും. ഇത് PHP 5.4 മുതൽ ആണ്. അതിന് മുമ്പൊക്കെ ഉള്ള PHP യൂസ് ചെയ്യണമെങ്കിൽ ഈ ഒരു സിൻടാക്സ് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. പക്ഷേ ഇപ്പോൾ പുതിയ സിൻടാക്സ്, അതായത് PHPയുടെ തന്നെ പുതിയ 7-ലൊക്കെ നമുക്ക് ഈ ഒരു സിൻടാക്സ് യൂസ് ചെയ്യണമെന്നില്ല. നമുക്ക് സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്തിട്ടും അറേ ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് രണ്ടും സെയിം മീനിങ് തന്നെയാണ്. ഇതിപ്പോൾ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സെയിം ഔട്ട്പുട്ട് തന്നെ കാണുന്നതാണ്. അപ്പോൾ ഇപ്പോൾ കൂടുതലും PHP 7 വന്നതോടെ നമ്മൾ ഈ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് സിൻടാക്സാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ അറേസിൽ തന്നെ നമുക്ക് സബ് ഡിവിഷൻസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അറേസ് ഉണ്ട്. അപ്പോൾ അത് അറേസിന് വേണ്ടി മാത്രം ഒരു വീഡിയോ വേറെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്തായിരിക്കും അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ പറയുന്നത്. പിന്നെ അടുത്തൊരു ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റാണ്. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ PHPയിൽ നമുക്ക് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ക്ലാസ്സസ് ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു എന്താ പറയുക ഡീറ്റെയിൽഡ് ടോപ്പിക്കാണ്. PHPയിൽ നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഇനി ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു ഡാറ്റ ടൈപ്പ് അല്ലെങ്കിൽ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. പിന്നെ അടുത്ത ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് നള്ളാണ്. നൾ വാല്യൂസിനെ നമ്മൾ ആക്ച്വലി യൂസ് ചെയ്യുന്നത് ഒരു എംപ്റ്റി വാല്യൂ അല്ലെങ്കിൽ അതിലൊരു പ്രത്യേകിച്ച് വാല്യൂ ഒന്നും ഇല്ല എന്ന് കാണിക്കാനായിട്ടാണ് ആക്ച്വലി നള്ള് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് നമ്മൾ പ്രിൻ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, ഡംപ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡാറ്റ ടൈപ്പ് നള്ളായിട്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഒരു വേരിയബിൾ മെമ്മറിയിൽ ഡിഫൈൻഡ് ആണ്, പക്ഷേ അതിന് പ്രത്യേകിച്ച് വാല്യൂ ഒന്നും അസൈൻഡ് അല്ല. അപ്പം അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജ്, ആ ഒരു സമയത്ത് കൊടുക്കുന്ന വാല്യൂ ആണ് നൾ വാല്യൂ എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ ലാസ്റ്റത്തെ ഇത് ആക്ച്വലി റെഫറൻസ് എന്ന് പറയുന്നത് ഒരു ആക്ച്വൽ ഡാറ്റ ടൈപ്പ് അല്ല, ഇതൊരു അഡ്വാൻസ്ഡ് ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ ഇവിടെ പറയുന്നില്ല. പക്ഷേ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ PHP ലാംഗ്വേജിന് പുറത്തുള്ള കാര്യങ്ങളെയൊക്കെ റെഫർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ റെഫറൻസ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്.
അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മുടെ ഡാറ്റാബേസ് റെഫറൻസ് കീപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആണ് ഈ റെഫറൻസ് ഡാറ്റ ടൈപ്പിൽ വരുന്നത്. നമ്മൾ ബേസിക്കലി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കോമൺലി യൂസ്ഡ് എന്ന് പറയുന്നത് ഇത്രയും ഡാറ്റ ടൈപ്സാണ്. ആദ്യത്തെ 6 ഡാറ്റ ടൈപ്സാണ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. നൾ വാല്യൂസും യൂസ് ചെയ്യാറുണ്ട്, പക്ഷെ എന്നാലും കൂടുതലായിട്ട് പ്രോഗ്രാമിങ്ങിൽ യൂസ് ചെയ്യുന്നത് ബാക്കിയുള്ള ഡാറ്റ ടൈപ്സാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതിൽ ഓരോ ഡാറ്റ ടൈപ്പിലും നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ എന്തൊക്കെ ഫങ്ഷണാലിറ്റീസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്ന വീഡിയോസിൽ ആയിരിക്കും പഠിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.